വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫിസിക്സ് സെർച്ചർ. ഇന്ന് ഈ ക്ലാസ്സിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായ ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി നോക്കാം. ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്. ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ ബോഡി തിരിച്ച് അതിൻ്റെ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്താൽ അത് ഇലാസ്റ്റിക്കും റീഗെയിൻ ചെയ്തില്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ബോഡിയുമാണ്. റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയെ ഇലാസ്റ്റിസിറ്റി എന്നും റീഗെയിൻ ചെയ്യാത്ത പ്രോപ്പർട്ടിയെ പ്ലാസ്റ്റിസിറ്റി എന്നും പറയുന്നു. ഇനി ഇലാസ്റ്റിസിറ്റി കാരണമുണ്ടാകുന്ന ഡീഫോമേഷനെ ഇലാസ്റ്റിക് ഡീഫോമേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യും. ഇനി ഷേപ്പും സൈസും റീഗെയിൻ ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ, അതാണ് പ്ലാസ്റ്റിസിറ്റി. പെർമനൻ്റായി ഡീഫോംഡായി പോകുന്നു. ഇതാണ് പ്ലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സിനകത്ത് ഒരുപാട് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഉണ്ടായിരിക്കും. ഈ ആറ്റംസിനെയും മോളിക്യൂൾസിനെയൊക്കെ ചുറ്റി കുറേ ആറ്റംസും മറ്റ് മോളിക്യൂൾസും ഉണ്ടായിരിക്കും. ഈ മോളിക്യൂൾസും ആറ്റത്തിനെല്ലാം ഈ സോളിഡിനകത്ത് പിടിച്ചു നിർത്തുന്ന ഒരു ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ഫോഴ്സ് ഈ സോളിഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർ അറ്റോമിക് മോളിക്യുലാർ ഫോഴ്സും ഇൻ്റർ അറ്റോമിക് ഫോഴ്സും ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സും കാരണം ഈ ബോഡി ഇപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മാറും. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും? ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നും മാറി ഡിസ്പ്ലേസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ ഡിസ്പ്ലേസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഈ ബോഡിയിൽ നിന്നും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പും സൈസും അറ്റൈൻ ചെയ്യുന്നു. ഇതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ്സിനകത്ത് കുറേ ആറ്റംസും മോളിക്യൂൾസും ഉണ്ട്. ഈ മോളിക്യൂൾസും ആറ്റംസിനെ എല്ലാം ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് വഴിയാണ്. ഇത് കാരണം സോളിഡ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നു. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുന്ന സോളിഡിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാർട്ടിക്കിൾസിനകത്തുള്ള ആറ്റംസും മോളിക്യൂൾസും എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോഴത്തേക്കും ആയ ശേഷം പിന്നെ ഞാൻ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ടെൻഡ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. റോബർട്ട് ഹുക്കാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത്. അദ്ദേഹം ഒരു സ്പ്രിങ് എടുത്തു. ആ സ്പ്രിങ്ങിനകത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ സ്പ്രിങ്ങിനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് വലിച്ചു നീട്ടി. എന്നിട്ട് മാറ്റിയപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒറിജിനൽ സൈസിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കിയ ചേഞ്ച് ഇൻ ലെങ്ത് അഥവാ ആ സ്പ്രിങ്ങിലുണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻറ്റിന് തുല്യമാണ്. അതായത് അവിടെ ഉണ്ടാക്കിയ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ കൊടുത്ത ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്താണ് സ്ട്രെസ് എന്ന് നോക്കാം. ആദ്യം ഒരു ബോഡി ഡീഫോമിംഗ് ഫോഴ്സിന് വിധേയമാവുമ്പോൾ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ബോഡിക്കുള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് തുല്യവും എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അവിടെ ഉണ്ടായ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് സ്ട്രെസ്. എഫ് എന്ന് പറയുന്നത് ഫോഴ്സും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ്. അതിനെ ക്യാപിറ്റൽ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ബൈ എയും SI യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഡയമെൻഷണൽ ഫോർമുല m(l)⁻⁻1 t(−2). സോ ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.